രാജസ്ഥാൻ ഗുജറാത്ത് മാച്ചിൽ രാജസ്ഥാന്റെ ചേസിംഗ് സമയത്ത് 12ാം ഓവർ വരെ സഞ്ജുവിന്റെ മുന്നിൽ വിജയപ്രതീക്ഷ നിലനിന്നിരുന്നു. കാരണം തൊട്ടുമുൻപുള്ള 2 ഓവറുകളിൽ 30 റൺസ് പിറന്നിരുന്നു. മൊമന്റം ഷിഫ്റ്റ് ചെയ്ത് അറ്റാക്കിംഗ് ശൈലിയിലേക്ക് സഞ്ജുവും ഹെറ്റ്മെയറും എത്തിയ ആ സമയത്താണ് ഗ്രൗണ്ടിന്റെ പുറത്തുനിന്നും വലിയൊരു നീക്കം നടന്നത്. രാജസ്ഥാന്റെ തോൽവിക്ക് വഴിവെച്ച വലിയ നീക്കം. കാരണം ഈ ഒരു കൂട്ടുകെട്ട് പൊളിച്ചാൽ പിന്നീട് കരുത്തുള്ള ബാറ്റർമാർ രാജസ്ഥാൻ ടീമിൽ ഇല്ലെന്ന് ഗുജറാത്തിന് നന്നായി അറിയാമായിരുന്നു. അതനുസരിച്ച് 12ാം ഓവറിന്റെ ഇടയിൽ ഗുജറാത്തിന്റെ ജയന്ത് യാദവ് ഗ്രൗണ്ടിലെത്തി പ്രസിദ്ധ് കൃഷ്ണയോട് സംസാരിച്ചു. ഗുജറാത്ത് കോച്ച് ആശിഷ് നെഹ്റ നൽകിയ നിർദ്ദേശം പ്രസിദ്ധ് കൃഷ്ണയിൽ എത്തിക്കുക എന്ന ദൗത്യമായിരുന്നു ജയന്ത് യാദവിൻ്റേത്. അങ്ങനെ 12ാം ഓവറിന് ശേഷം 13ാം ഓവർ ബൗൾ ചെയ്യാനെത്തിയത് പ്രസിദ്ധ് കൃഷ്ണ. ആദ്യ ബോൾ ഹെറ്റ്മെയർ സിംഗിൾ അടിച്ചു. സഞ്ജു സ്ട്രൈക്കിൽ വന്നു. അവിടെയാണ് പ്രസിദ്ധ് കൃഷ്ണ നെഹ്റ ഉപദേശിച്ച തന്ത്രം പയറ്റിയത്. സായ് കിഷോറിനെ സർക്കിളിന്റെ ഉള്ളിൽ നിർത്തി. ഓഫ് സ്റ്റമ്പിലേക്ക് എറിഞ്ഞ ബോൾ തേർഡ് മാനിലൂടെ ബൗണ്ടറി കടത്താൻ സഞ്ജു ശ്രമിച്ചു. പക്ഷേ അവിടെ സഞ്ജുവിന് പിഴച്ചു. സർക്കിളിന്റെ ഉള്ളിൽ നിന്ന സായ് കിഷോർ ബോൾ കൈകളിൽ ഒതുക്കി. 28 ബോളിൽ 41 റൺസ് എടുത്ത് സഞ്ജു മടങ്ങി. പിന്നീടെത്തിയ ബാറ്റർമാർക്ക് വെറും 43 റൺസ് മാത്രമാണ് സ്കോർ ബോർഡിൽ ചേർക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 58 റൺസിന്റെ തോൽവി വഴങ്ങി രാജസ്ഥാൻ പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്ത് തുടരുമ്പോൾ ഗുജറാത്ത് പട്ടികയിൽ ഒന്നാമതെത്തി.